ഇതെന്താണിത്? നോമ്പായ പിന്നെ അങ്ങനല്ലേ വാപ്പച്ചക്ക് മാത്രം നോമ്പ്, നമുക്കൊന്നും നോമ്പില്ല. ഞാൻ സുബേസ്കരിച്ചിട്ട് കേടുന്നിട്ട് വാപ്പച്ച 2 മണിയായി. 2 മണിയായി. തെറ്റി, എപ്പോഴോ തെറ്റി. 2 മണിയായി. എന്തോ ഒരു കഷ്ടാണിത്. നിങ്ങളോടൊക്കെ നോമ്പെടുക്കുന്ന ആൾക്കാരിങ്ങനെ അല്ല മനുഷ്യ എല്ലാരും ഇങ്ങനെ നിങ്ങളെ പോലെ എന്ത് 10 മിനിറ്റ് നേരം വളത്തേക്ക് വരുന്നത് സമയം എന്താ വെച്ചിട്ട് 2:30. എത്ര സമയം കാണിച്ചോ? എവിടെ 2:32. എന്നിട്ട് ഈ മനുഷ്യ എണീറ്റിട്ടില്ല. നല്ല സുഖല്ലേ? നിങ്ങളെ പോലെ കായാ മതിയായിരുന്നു. പണിക്ക് പോണ്ട, നോമ്പാണ്, കിടന്നുറങ്ങുക, ഫുഡ് ഉണ്ടാക്കണ്ട. ഇനി അഥവാ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കിയോ അന്നോട് പൊറക്കൂലടി. ഞാൻ മറ്റാരോട് പൊറക്കൂലടി. അത്രക്കും മണാണ് ഇവിടെ അറിയ. എന്റെ വാപ്പച്ചക്ക് നോമ്പ് അത്ര നീക്കുന്നു. ടൈമായി 5 മിനിറ്റ്. ഞങ്ങള് മന്തി മേടിച്ച് തിന്നിട്ട് ഇന്ന് വൈകിട്ട് മന്തിയാണ് ഇട്ട. മന്തി ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ ഇപ്പൊ നീട്ടിട്ട് എന്റെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ വന്ന മന്തി ഉണ്ടാക്കും. ഞാൻ എവിടെ മനുഷ്യ 2 മണിയായി. ഇതൊക്കെ ഞാൻ മന്തി ഉണ്ടാക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ പറഞ്ഞു നല്ല മണം വരട്ടെ, പഠിച്ചവനോട് പെറുക്കൂല എങ്ങനെ ചെയ്യണേ. ഞാൻ ഉണ്ടാക്കണില്ല. വാപ്പച്ചി ഉണ്ടാക്കട്ടെ. മണമില്ല. വാപ്പച്ചി നോമ്പ് കഴിയോളം ഇവിടെ മണമില്ലാത്ത ഫുഡ് ഉണ്ടാക്കണം. എന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഉറങ്ങുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് ഉറക്കാൻ പറ്റുള്ളൂ. ഞാൻ ലോറിസ്കരിച്ചോളാം. ലോറിസ്കരിച്ച 3:45 വാങ്ങാതെ വരെ സമയമുണ്ട്. അങ്ങനെ കിടക്കണേ ആണ് നിസ്കരിച്ച് കഴിഞ്ഞാണ് കഴിഞ്ഞൂടെ? ഞാൻ കുളിച്ചിട്ട് നീക്കി ഇത്ര നേരം നിങ്ങളെ ശല്യം ചെയ്തില്ലല്ലോ. നിങ്ങളെ വീട്ടിലൊക്കെ നോമ്പെടുത്ത ആൾക്കാർ ഇങ്ങനെ മക്കളെ ഇങ്ങനത്തെ മടിയന്മാരുണ്ടോ? ഞാൻ മുസ്തഫ ബാബച്ചനെ ചീത്തരുന്നത്